ഗ്രീഷ്ണേശ്വർ അല്ലെങ്കിൽ ഗ്രൂഷ്ണേശ്വർ ക്ഷേത്രം. നാസിക്കിൽ നിന്ന് സംഭാജി നഗറിലേക്ക്, പഴയ ഔറംഗാബാദ്. ഞങ്ങൾ അതിരാവിലെ തന്നെ യാത്ര തുടങ്ങി. ഞങ്ങളുടെ യാത്രാ പ്ലാൻ അനുസരിച്ച് ആദ്യം ഷിർദി സായിബാബ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പിന്നീട് സംഭാജി നഗറിലേക്ക് പോകുന്നതിന് മുൻപ് ശനി ഷിംഗ്നാപൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വേണമായിരുന്നു. ഞങ്ങളുടെ യാത്രയുടെ ഭൂരിഭാഗവും മുംബൈ, നാഗ്പൂർ, സമൃദ്ധി മഹാമാർഗിലൂടെയായിരുന്നു. രണ്ട് ക്ഷേത്രങ്ങളിലും ഞങ്ങൾക്ക് നല്ല ദർശനം ലഭിച്ചു. മഹാരാഷ്ട്രയിലെ സംഭാജി നഗർ ജില്ലയിലെ വെറുൾ ഗ്രാമത്തിലെ ശിവന്റെ ജ്യോതിർലിംഗ മന്ദിരമാണ് കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ മന്ദിരം അഥവാ കൃഷ്ണേശ്വർ. 12 ജ്യോതിർലിംഗ മന്ദിരങ്ങളിൽ 12ാമത്തേതാണ് ഇത്. ഇതിനെ കുഷ്മേശ്വര ക്ഷേത്രം എന്നും വിളിക്കുന്നു. കൃഷ്ണേശ്വരൻ എന്നാൽ കാരുണ്യത്തിന്റെ യജമാനനാണ്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ എല്ലോറ ഗുഹകളിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇത് ഒരു ദേശീയ സംരക്ഷിത സ്ഥലമാണ്. സംഭാജി നഗർ, അതായത് ഔറംഗാബാദ് നഗരത്തിന് വടക്ക് പടിഞ്ഞാറ് 30 കിലോമീറ്റർ അകലെയാണ്. ചരിത്രമനുസരിച്ച് 13ഉം 14ഉം നൂറ്റാണ്ടുകളിൽ ഡൽഹി സൽത്തനത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കുകയും പിന്നീട് നിരവധി തവണ പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു. എന്നാൽ മുഗൾ മറാഠ പോരാട്ടത്തിൽ അത് വീണ്ടും നശിപ്പിക്കപ്പെട്ടു. 16ാം നൂറ്റാണ്ടിൽ ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ മുത്തച്ഛനായിരുന്ന വെറൂളിലെ മാലോജി ഭോസ്ലെ ക്ഷേത്രം പുനർനിർമ്മിച്ചു. 18ാം നൂറ്റാണ്ടിലെ പുനർനിർമ്മാണത്തിൽ രാജ്ഞി അഹല്യഭായ് ഹോൾക്കറും പങ്കാളിയായിരുന്നു. ആർക്കും ക്ഷേത്ര പരിസരത്തും അകത്തളങ്ങളിലും പ്രവേശിക്കാം, കൂടാതെ ശിവലിംഗം തൊടുകയും ചെയ്യാം. എന്നാൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ഗർഭഗൃഹത്തിൽ പ്രവേശിക്കാൻ പ്രാദേശിക ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് പുരുഷന്മാർ അവർ ധരിച്ചിരിക്കുന്ന ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് അഴിച്ചിരിക്കണം. ശിവപുരാണം അനുസരിച്ച് ദേവഗിരി പർവ്വതനിരകൾക്ക് സമീപം താമസിച്ചിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ സുധർമ്മയും സുദേഹയും കേന്ദ്രീകരിച്ചാണ് ക്ഷേത്രത്തിന്റെ പിന്നിലെ കഥ. മറ്റു വിധത്തിൽ സന്തോഷത്തോടെ ജീവിച്ചെങ്കിലും അവർക്ക് കുട്ടികളുണ്ടായില്ല എന്നത് അവരെ വിഷമിപ്പിച്ചു. സുധർമ്മയ്ക്ക് ഒരു കുട്ടി ജനിക്കുന്നതിനായി കടുത്ത ശിവഭക്തിയായിരുന്ന തന്റെ സഹോദരി കുഷ്മയെ വിവാഹം കഴിക്കാൻ സുദേഹ സുധർമ്മനെ പ്രേരിപ്പിച്ചു. ഒരുപാട് നിർബന്ധിച്ചതിനു ശേഷം സുധർമ്മൻ ഭാര്യയുടെ ആഗ്രഹം അംഗീകരിച്ച് കുഷ്മയെ വിവാഹം കഴിച്ചു. കുഷ്മ ദിവസവും 101 ശിവലിംഗങ്ങൾ കൈകൊണ്ടുണ്ടാക്കി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം സമീപത്തെ കുളത്തിൽ ശിവലിംഗങ്ങൾ നിമജ്ജനം ചെയ്യാറുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ കുഷ്മ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. തുടക്കത്തിൽ സുദേഹ കുഞ്ഞിനെയും അവരുടെ ഒരുമിച്ചുള്ള ജീവിതത്തെയും കുറിച്ച് വളരെ സന്തോഷവതിയായിരുന്നെങ്കിലും അവളുടെ മനസ്സ് പതുക്കെ മാറി. അവൾക്ക് കുഷ്മയോട് അസൂയ തോന്നി. അവൾക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്ന് പരാതിപ്പെടാൻ തുടങ്ങി. ആൺകുട്ടി വളർന്നു, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. സുദേഹയുടെ അസൂയ തൻ്റെ പാരമ്യത്തിലെത്തി. ഒരു രാത്രി അവൾ ആൺകുട്ടിയെ കൊന്നു. അവന്റെ ശരീരം കഷണങ്ങളാക്കി കുഷ്മ അവളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ശിവലിംഗങ്ങൾ നിമജ്ജനം ചെയ്യുന്ന കുളത്തിൽ എറിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്റെ ഭർത്താവിനെ കാണാതായതും അവന്റെ മുറിയിൽ രക്തം കണ്ടതും സുധർമ്മയുടെ മരുമകൾ കരയാൻ തുടങ്ങി. സുദേഹയും ഒന്നും അറിയാത്ത പോലെ അവളോടൊപ്പം ചേർന്നു. കുഷ്മ ശാന്തയായിരുന്നു. പതിവ് പോലെ 101 ശിവലിംഗങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥന നടത്തി കുളത്തിൽ നിമജ്ജനം ചെയ്തു. കുളത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കുളത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന തന്റെ മകൻ തന്നെ അനുഗമിക്കുന്നതായി കുഷ്മ കണ്ടു. അതേസമയം പരമശിവനും കുഷ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ പ്രാർത്ഥനയിലും സമർപ്പണത്തിലും താൻ സന്തുഷ്ടനാണെന്ന് പ്രകടിപ്പിച്ചു. താൻ ചെയ്ത പാപങ്ങൾക്ക് സുദേവയെ ശിക്ഷിക്കാൻ ശിവൻ ആഗ്രഹിച്ചു. എന്നാൽ കുഷ്മ വളരെ ദയയുള്ളവരായിരുന്നു. ഒരു ശിക്ഷയും കൂടാതെ അവളെ വിടണമെന്ന് അപേക്ഷിച്ചു. ശിവൻ കൂടുതൽ സന്തുഷ്ടനായി കുഷ്മയ്ക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി ഇതേ സ്ഥലത്ത് തുടരാൻ കുഷ്മ ശിവനോട് ആവശ്യപ്പെട്ടു. ശിവൻ അത് സമ്മതിക്കുകയും ആ സ്ഥലത്ത് ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ശിവാലയം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. കുളത്തിൽ മുങ്ങിയാൽ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. വൈകുന്നേരത്തോടെ ഞങ്ങൾ സംഭാജി നഗറിലെത്തി. മൊബൈൽ, ക്യാമറ, നോട്ട്ബുക്ക്, ടാബ്ലറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ക്ഷേത്ര പരിസരത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. സെക്യൂരിറ്റി ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് അവ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ സൂക്ഷിക്കണം. അതിനാൽ ക്ഷേത്രത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല.
മറ്റൊരു ജ്യോതിർലിംഗ കഥയുമായി ഞാൻ ഉടനെ മടങ്ങി വരാം. നമസ്കാരം.